ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പോൾ ടിയാഗോയുടെ പെട്രോളും സി എൻ ജിയും അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ കണ്ടു. ഇനിയിപ്പോൾ നോക്കാനുള്ളത് ടിയാഗോ ഇ വി ആണ്. ഇതിൻ്റെ അകത്ത് അവർ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുത്തിയിരിക്കുന്നത്, ഡിസൈനൊക്കെ നമുക്ക് വളരെ നൈസായിട്ട് നോക്കാം. അതിൻ്റെ കൂടെ പ്രൈസാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അത് അവർ കുറച്ചിട്ടുണ്ടോ, ഈ വണ്ടി വലിയ ബാറ്ററി സൈസ് കൂട്ടിയിട്ടുണ്ടോ, റേഞ്ച് കൂട്ടിയോ, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്റ്റീരിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഈ വണ്ടി എനിക്ക് പേഴ്സണലി പെട്രോൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വീക്കായിട്ടാണ് തോന്നിയത്. അവർ ഡിഫറൻസിയേഷൻ കൊണ്ടുവരാനാണ് നോക്കിയത്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ആ ഡിഫറൻസിയേഷൻ ഇത്തിരി കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. ശരിക്കും കൂടിപ്പോയത് ഡിസൈൻ അല്ല, ഇതിൻ്റെ അകത്ത് വരുന്ന അതായത് ജസ്റ്റ് ആ ഹെഡ് ലാമ്പ് ഒന്ന് കണക്ട് ചെയ്യാൻ മാത്രം ബ്ലാക്ക് എലമെൻറ്റ് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോഴെങ്കിലും വണ്ടിക്ക് കുറച്ചും കൂടെ ഒരു ലുക്ക് വന്നിന്. ഇതിപ്പോൾ ഒരു മൊത്തം ബോഡി കളറാണ് കൊടുത്തിരിക്കുന്നത്. മഞ്ഞാണെങ്കിൽ മഞ്ഞ കളർ, ഇപ്പോൾ ഈ ഒരു ബേജ് ആണെങ്കിൽ ബേജ് കളർ, അങ്ങനെയായിട്ടാണ്. പിന്നെ ബമ്പറിൻ്റെ ഡിസൈൻ വ്യത്യാസമുണ്ട്, അത് പിന്നെ പോട്ടെ. അവർ ഫോഗ് ലൈറ്റ് ഇതിൻ്റെ അകത്ത് എടുത്ത് കളഞ്ഞു. അതിന് പകരം ജസ്റ്റ് അവിടെ ഒരു സ്കേർട്ടിങ് പോലത്തെ എയറോ സ്കേർട്ട് പോലത്തെ സംഭവം ആക്കിയിട്ടുണ്ട്. അതൊക്കെ കുഴപ്പമില്ല. പക്ഷെ എന്നാലും മുകളിൽ അറ്റ്ലീസ്റ്റ് ആ ബ്ലാക്ക് സാധനം കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ആക്സെപ്റ്റബിൾ ലുക്ക് വന്നേനെ. ഇനി സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഈ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചേഞ്ച് വരുന്ന അലോയ് വീൽസിൻ്റെ കാര്യത്തിലാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് 14 ഇഞ്ച് ഹൈപ്പർ സ്റ്റീൽ വീൽസാണ് കിട്ടുന്നത്, ഹൈപ്പർ സ്റ്റൈൽഡ് സ്റ്റീൽ വീൽസ്. സംഭവം സൈസ് 1 ഇഞ്ച് കുറവാണ്, ടോപ്പിൻ്റെ 15 ഇഞ്ചാണ് നമുക്ക് പെട്രോൾ വണ്ടിയിൽ കിട്ടുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് അവർ ശരിക്കും ഇത് അലോയ്സ് അല്ല, ജസ്റ്റ് ഒരു വീൽ കവർ പോലെ ഇട്ടിരിക്കുന്നതേ ഉള്ളൂ, എയറോ ക്യാപ്പ് പോലെ. റേഞ്ച് കൂട്ടാൻ വേണ്ടി എയറോ എലമെൻറ്റ്സ് ആഡാക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കാം, അല്ലാതെ കാണാൻ വലിയ രസമൊന്നുമില്ല. പിന്നെ ഇനി ബാക്കിലേക്ക് വരികയാണെങ്കിൽ അഗൈൻ ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് പെട്രോൾ വണ്ടിയിൽ കിട്ടുന്ന പോലെയൊക്കെയാണ്. ബമ്പറിൻ്റെ ഡിസൈൻ, ടൈലൈറ്റ്സ്, എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് സിമിലർ ഡിസൈനിൽ തന്നെയാണ് വരുന്നത്. സൈഡ് ഡിസൈനിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ടിയാഗോ ഡോട്ട് ടി വി ഓർ വെറും ടാറ്റ ഡോട്ട് ടി വി എന്ന് പറയുന്നൊരു ബാഡ്ജ് നമുക്ക് സൈഡ് വരുന്നുണ്ട്. മിറേഴ്സ്, ഡോർ ഹാൻഡിൽസ്, സംഭവങ്ങൾ, സൈഡ് മൊത്തത്തിലുള്ള ഡിസൈൻ എല്ലാം എക്സാക്ട്ലി സെയിം ആണ്. ഇൻഫാക്ട് പ്രീഫേസ് ലിപ്പ് വണ്ടിയിലും ഈ സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. മിററിന് താഴെ നമുക്ക് 360 ഡിഗ്രി ക്യാമറയുടെ ചെറിയൊരു ബൾജും കാണാം, അത് മാത്രമേ ഉള്ളൂ. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നേരത്തെ മറ്റു വണ്ടിയിൽ കിട്ടിക്കൊണ്ടിരുന്ന ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അവർ ഇൻറ്റീരിയർ കളർ തീം കുറച്ചൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇത് ബോഡി കളർ ഫിനിഷ് ആണോ എന്ന് എനിക്കറിയില്ല, അതായത് നമ്മുടെ പുറത്ത് എക്സ്റ്റീരിയർ ടോൺ അനുസരിച്ച് അവർക്ക് എത്രത്തോളം മാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇതിൻ്റെ അകത്ത് എന്തായാലും അവരിപ്പോൾ കാണിച്ചിരിക്കുന്ന വണ്ടിയിൽ ഒരു ഗ്രീൻ അപ്പോൾസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതും കാണാൻ അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് നോർമൽ വണ്ടിയിൽ ഗ്രേ ആയിരുന്നു, ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. ഇതിനകത്ത് ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ, അതും ഫാബ്രിക് ഫിനിഷാണ് വരുന്നത്. ഡാഷ്ബോർഡിൽ നമുക്ക് ആ ഒരു സോഫ്റ്റ് ടച്ച് ഫാബ്രിക് ഫിനിഷ് കിട്ടുന്നുണ്ട്. സിയറയിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പോലത്തെ ഇക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽസിൻ്റെ ടൈപ്പാണ് അവർ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് സീറ്റ്സിലും കാണാം, അതുപോലെ തന്നെ ഡോർ പാഡ്സിലും കാണാൻ പറ്റും. സോ അത് കൊള്ളാം. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ, അതിനകത്ത് ടാറ്റ ഡോട്ട് ടി വി എന്നാണ് അവർ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ടാറ്റയുടെ ലോഗോയ്ക്ക് വരും ആ ഒരു ബാഡ്ജിങ് ആണ് വരുന്നത്. പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ മൊത്തത്തിൽ നമുക്ക് ബട്ടൺസിൻ്റെ കൺട്രോൾസിലൊക്കെ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. സംഭവം 2 സ്പോക്ക് തന്നെയാണ്. ബാക്കി ഫീച്ചേഴ്സൊക്കെ നമ്മൾ നോർമൽ ടിയാഗോയിൽ കണ്ടത് തന്നെയാണ്. അതായത് 10.25 ഇഞ്ചസിന് ഇൻപുട്ടിംഗ് സിസ്റ്റം ഉണ്ട്, വയർലെസ് അണ്ടർറൂട്ട് ആപ്പിൾ കാർപ്ലേ ഉണ്ട്, ഓട്ടോ AC വരുന്നുണ്ട്. അതിൻ്റെ കൺട്രോൾ പാനൽസ് ടച്ച് പേസ്റ്റ് അല്ല, നമുക്ക് ഫിസിക്കൽ ബട്ടൺസ് ആണ്, അത് കൊള്ളാം. അതുപോലെ താഴത്ത് നമുക്ക് 2 ഫോൺ സ്റ്റോറേജ് വരുന്നുണ്ട്, അതിനകത്ത് ഒരെണ്ണം വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ നമുക്ക് റോട്ടറി നോബ് തന്നെയാണ് വരുന്നത് നമ്മുടെ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനായിട്ട്. അതിപ്പോൾ നോർമൽ വണ്ടിയിൽ അത് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ അത് കവർ ചെയ്യുന്ന ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് വരുന്നുണ്ട്. അതിൻ്റെ താഴെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സും സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്ലസ്റ്ററും ഒരു ഫുള്ളി ഡിജിറ്റൽ എന്ന് പറയുന്നത്, നമുക്ക് നടുവിലൊരു ഡിജിറ്റൽ യൂണിറ്റ് വരുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വേറെ ഡിസ്പ്ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് നോർമൽ വണ്ടി വെച്ച് കമ്പയർ, അതായത് IC വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഡിസ്പ്ലേ, അതായത് EV സെൻട്രിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ബാക്കി സൈസും റെസൊല്യൂഷൻ സംഭവങ്ങളെല്ലാം എക്സാക്ട്ലി സെയിം ആണ്. പിന്നെ 360 ഡിഗ്രി ക്യാമറയൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തും കിട്ടുന്നുണ്ട്. അഗൈൻ ടോപ്പ് എൻഡ് തന്നെയാണ് കിട്ടുന്നത്. നോർമൽ IC വണ്ടിയിലാണെങ്കിലും ഒരു ടോപ്പ് എൻഡ് തന്നെയാണ് ഈ ഫീച്ചർ കൊടുക്കുന്നത്. പക്ഷേ ഈ സെഗ്മെൻറ്റിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫീച്ചറാണ് എന്ന് പറയാം. ഇനി സീറ്റ്സിൻ്റെ കേസ്, ഇതിൻ്റെ അകത്ത് സെയിം സംഭവമാണ്. അതായത് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ ഇതിൻ്റെ അകത്തും കിട്ടുന്നില്ല. അത് പഴയ ടിയാഗോയിൽ കിട്ടുന്നുണ്ടായിരുന്നു. അതാണ് ടാറ്റ ഇപ്പോൾ ഈ വണ്ടിയിൽ കോംപ്രമൈസ് ഓർ കോസ്റ്റ് കട്ടിങ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കളർ കോമ്പിനേഷൻ അഗൈൻ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ കുറച്ചും കൂടെ നേരത്തെ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല, നമുക്ക് കുറച്ചും കൂടെ തൈ സപ്പോർട്ട് എക്സ്റ്റൻഷൻ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ കളർ കോമ്പിനേഷൻ മൊത്തത്തിൽ കാണാം. ടോപ്പ് പോർഷൻ ഗ്രീനും താഴത്തെ പോർഷൻ ആ ഒരു ഗ്രേ പോലത്തെ ഫിനിഷും, അതായത് നമുക്ക് മറ്റേ അവർ സീരിയലൊക്കെ ഉപയോഗിച്ച പോലത്തെ അതേ മെറ്റീരിയൽ, ആ ഒരു ഫിനിഷും കൂടെ വരുമ്പോഴേക്കും കാണാൻ അത്യാവശ്യം രസമുണ്ട്. ഇനി ബാക്കിലാണെങ്കിൽ നമുക്ക് റിയർ AC വെൻസ് ആഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ സെൻറ്റർ ആംബ്രസ്റ്റ് വന്നിട്ടുണ്ട്. ബാക്കിൽ ഒരു 65 വാട്ട്സിൻ്റെ USB Type-C ചാർജിങ് പോർട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ടിലും ഒരു Type-C ചാർജിങ് പോർട്ട് USB മറ്റേ 65 വാട്ട്സിൻ്റെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ബാക്കിൽ സ്പേസും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല, സെയിം തന്നെയാണ്. ഇനി നമുക്ക് എയർ ബാഗ്സിൻ്റെ അകത്ത് 6 എയർ ബാഗ്സ് ബേസ് മോഡൽ മുതൽ തന്നെ കിട്ടുന്നുണ്ട്. TPMS വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ, ABS, ESP എല്ലാ സാധനങ്ങളും ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ആയിക്കോട്ടെ. സോ സേഫ്റ്റിയുടെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. ഇനി ബാറ്ററി ഓപ്ഷൻസിൻ്റെ കാര്യത്തിലാണ് ടാറ്റ ചെറുതായിട്ടൊന്ന് ചതിച്ചോ എന്നെനിക്ക് തോന്നിയത്. കാരണം ഇത്രയും കാലം റൂമേഴ്സ് വന്നുകൊണ്ടിരുന്ന അവരിതിൻ്റെ അകത്തുണ്ടായിരുന്ന ആ ഒരു സിലിണ്ടറിക്കൽ സെൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് മാറ്റി പ്രിസ്മാറ്റിക് ആക്കുന്നു, അതോടെ നമുക്ക് ബെറ്റർ റേഞ്ച് കിട്ടുന്നു. അതായത് പഞ്ചീവിയിൽ കണ്ട അതേ സംഭവം. പഞ്ചീവിൽ നമുക്ക് 25 കിലോവാട്ട് അവറും 35 കിലോവാട്ട് അവറും ആയിരുന്നു. അതിപ്പോൾ മാറി 30 കിലോവാട്ട് അവറും 40 കിലോവാട്ട് അവറാണ് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ റേഞ്ച് ഏകദേശം ഒരു 50 കിലോമീറ്റേഴ്സിന് മുകളിലായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു കമ്പാരിറ്റീവ്ലി. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ ഒരു 4 to 5 കിലോവാട്ട് അവറെങ്കിലും ബാറ്ററി സൈസ് കൂടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ എന്തായാലും അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സെയിം
19.2 കിലോ ടവർ ബാറ്ററി പാക്കും 24 കിലോ ടവർ ബാറ്ററി പാക്കും തന്നെയാണ് ഇപ്പോഴും കിട്ടുന്നത്, വിച്ച് ഇസ് സാഡ്. കാരണം റേഞ്ച് ഒന്നും അങ്ങനെ കാര്യമായിട്ട് കൂടിയിട്ടില്ല. അവർ ക്ലെയിംഡ് റേഞ്ച് 24 കിലോ ടവർ മോഡലാണെങ്കിൽ 286, ഇനിയിപ്പോൾ 19 കിലോ ടവർ മോഡലാണെങ്കിൽ 225 ക്ലെയിം ചെയ്യുന്നത്. അത് പക്ഷേ MIDC ക്ലെയിമാണ്. ഇനി C75 ടാറ്റയുടെ മറ്റേ റിയൽ ലൈഫ് ഡാറ്റ വെച്ചിട്ടുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 24 കിലോ ടവർ മോഡൽ അവർ ക്ലെയിം ചെയ്യുന്ന 205 മുതൽ 215 വരെയും 19.2 കിലോ ടവർ ആണെങ്കിൽ 160 മുതൽ 170 കിലോമീറ്റേഴ്സ് വരെയാണ്. അത് കുറച്ച് കുറവാണ്. ബാറ്ററി വർക്ക് വേണമെങ്കിൽ അറേഞ്ച്മെൻ്റ് ഒന്ന് മാറ്റിയിട്ട് റേഞ്ച് കൂട്ടാമായിരുന്നു. എന്തായാലും റേഞ്ച് അധികം കൂട്ടിയിട്ടില്ലെങ്കിലും അവർ ചാർജിങ് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. 40% ഇപ്പോൾ ഫാസ്റ്റർ ചാർജിങ് ഉണ്ട് എന്നാണ് ടാറ്റ പറയുന്നത്. സംഭവം 30 കിലോട്ടാണ്. പക്ഷേ എന്നാലും 10 to 80% എത്താൻ ജസ്റ്റ് 35 മിനിറ്റ്സ് മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ലോങ് റേഞ്ച് മോഡൽ വരുന്നത്. ഇനിയിപ്പോൾ മീഡിയം റേഞ്ച് ആണെങ്കിൽ 30 മിനിറ്റ്സ് മാത്രം മതി. ഇനി അതല്ലാതെ 3.3 കിലോ ടവർ AC ചാർജർ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ 15 ആംപിയർ സോക്കറ്റിംഗ് ചാർജ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ലോങ് റേഞ്ച് ആണെങ്കിൽ 8.5 ഹവേഴ്സിൻ്റെ അടുത്ത് എടുക്കും, 10 to 100% ആവാൻ. ഇനിയിപ്പോൾ മീഡിയം റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ 6.9 ഹവേഴ്സ് ആണ് എൻ്റെ ക്ലെയിമിൻ്റെ സമയം. ഇനി അതല്ല നിങ്ങൾ 7.5 കിലോ ടവർ അതായത് 7.2 കിലോ ടവർ ആ ഒരു ചാർജറാണ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് 10 to 100% എത്താൻ ലോങ് റേഞ്ച് ആണെങ്കിൽ 3.5 മണിക്കൂർ മാത്രമേ എടുക്കുകയുള്ളൂ. മീഡിയം റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 2.6 ഹവേഴ്സ് മാത്രമേ എടുക്കുകയുള്ളൂ. സോ അത് അത്യാവശ്യം ഫാസ്റ്റാണ്. ഇനി ഇതിൻ്റെ അകത്ത് ചവർ പോലെ ഒരുപാട് വേരിയൻസ് ഒന്നുമില്ല. ആകെപ്പാടെ 3 വേരിയൻസ് ഉള്ളൂ. സ്മാർട്ട് ഉണ്ട്, പ്യുവർ പ്ലസ് ഉണ്ട്, ക്രിയേറ്റീവ് പ്ലസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് 19.2 കിലോ ടവർ സ്മാർട്ടിലും പ്യുവർ പ്ലസിലാണ് കിട്ടുന്നത്. 24 കിലോ ടവർ മോഡൽ ക്രിയേറ്റീവ് പ്ലസിലും പ്യുവർ പ്ലസിലാണ് കിട്ടുന്നത്. സോ രണ്ടും അതായത് ഓരോ ബാറ്ററി പാക്കും 2 വേരിയൻസ് വെച്ചായിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല കാര്യം. ഇതിനകത്ത് ക്രിയേറ്റീവ് പ്ലസിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് കിട്ടുന്നത്. മറ്റതൊക്കെ അവർ ജസ്റ്റ് വെച്ചിട്ടുണ്ടെന്ന് മാത്രം. പക്ഷേ ബേസ് മോഡലിൻ്റെ പ്രൈസിങ് അടിപൊളിയാണ്. നേരത്തെ 7.99 lakhs ആയിരുന്നു ടിയാഗോ ഇവയുടെ 19.2 സ്റ്റാർട്ടിംഗ് പ്രൈസ്. അത് അവർ 1 ലക്ഷം രൂപ കുറച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഇമ്പ്രസീവാണ്. 1 ലക്ഷം രൂപയ്ക്ക് കുറയ്ക്കാന്ന് പറഞ്ഞാൽ അവർ അത്യാവശ്യം നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ടാവണം. പക്ഷേ അതല്ലാതെ അതിന് തൊട്ടുമുള്ള വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ 1.5 ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. 1.5 ലക്ഷം രൂപ എക്സ്ട്രാ വാങ്ങാൻ മാത്രമുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒന്നും അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇനി ടോപ്പ് എൻഡ് എടുക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് വില കുറഞ്ഞായിട്ട് കാണാം. 9.99 lakhsലാണ് ഈ വാഹനത്തിന് ടോപ്പ് എൻഡ് ഇപ്പോൾ അവസാനിക്കുന്നത്. നേരത്തെ 11.14 lakhs ആയിരുന്നു. സോ 1 ലക്ഷം ഓർ 1.25 ലക്ഷം രൂപയുടെ അടുത്ത് ഓൺ റോഡ് എടുക്കുമ്പോൾ നമുക്ക് കൂട്ടാം. അത്രയും വില ഇവർ ടോപ്പ് എൻഡിനകത്തും കുറച്ചിട്ടുണ്ട്. അതും വളരെ ഇമ്പ്രസീവാണ്. സോ ഓവറോൾ പ്രൈസിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ വണ്ടിയിൽ അവർ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് ആയാലും എക്സ്റ്റീരിയർ ഡിസൈൻ, ഇൻറ്റീരിയർ ഡിസൈൻ അക്കാര്യത്തിലൊക്കെയാണ് ഇവർ പിന്നെ നല്ല ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത്. എനിക്ക് എക്സ്റ്റീരിയർ ഡിസൈൻ, ഫ്രണ്ട് ഡിസൈൻ അത്ര അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. പിന്നെ പറയാനാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ നമ്മുടെ മറ്റേ ബാറ്ററി അവർ റേഞ്ച് കൂട്ടാതിരുന്നൊരു സംഭവം അതും കൂടെ ഒന്ന് സോൾവ് ആക്കിയതായിരുന്നെങ്കിൽ മൊത്തത്തിൽ വളരെ നല്ലൊരു വണ്ടിയാണ്. പക്ഷേ പ്രൈസ് കുറച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് കുറ്റം പറയാനും പറ്റില്ല. ഇപ്പോൾ ഏകദേശം കോമ്പറ്റീവിടെ അതേ പ്രൈസിൽ തന്നെയാണ് ഈ വണ്ടിയും കിട്ടുന്നത്. അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പുതിയ ടിയാഗോ EV പറ്റി എന്താണ് എന്നുള്ളത് ഉറപ്പായിട്ടും താഴെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞേക്കുക. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രോഡക്റ്റ്സ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യാനും മറക്കണ്ട. ബൈ ദ വേ ടിയാഗോ EVക്കാണെങ്കിലും നോർമൽ ടിയാഗോയ്ക്കാണെങ്കിലും ഒരുപാട് വെറൈറ്റി കളർ ഓപ്ഷൻസ് അവർ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതിൽ എന്താണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. ഭയങ്കര വെറൈറ്റിയാണ്. കളേഴ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ടാറ്റ പുലിയാണ് കേട്ടോ. എനിവേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.